കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തെരഞ്ഞെടുപ്പ് കാഹളാണ് ഇവിടെ നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ UDF കണക്കൂട്ടിയത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞിട്ടുള്ള ആളുകളുടെ ആവേശം കണ്ടാൽ മനസ്സിലാകാം ബഹുഭൂരിപക്ഷത്തിന് ആര്യാട് ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞു. സ്വരാജ് ഉറപ്പ്, എന്ത് സംശയം? 5000 വോട്ട് ലീഡ്. ഓക്കെ, പിന്നെയോ അതെ, പിന്നെ നമ്മുടെ കേരളം പിടിക്കും. ഈ നെറികെട്ട കഴിവുകെട്ട അഴിമതി നിറഞ്ഞ പിണറായി വിജയൻ സർക്കാരിനെ അവിടെ നിന്ന് താഴെ ഇറക്കുന്നതിന്റെ തുടക്കമാണ് നിലമ്പൂരിൽ നിന്നുണ്ടാകാൻ പോകുന്നത്. ഞാന് നിങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. നമസ്കാരം. നിലമ്പൂരിൽ മഴയ്ക്ക് ചെറിയൊരു ഇടവേളയുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന് യാതൊരു ഇടവേളയുമില്ല. മുഴുവൻ പ്രവർത്തകരും NDAയുടെയും UDFന്റെയും LDFന്റെയും എല്ലാം പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ ടൗണിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കേവലം നിലമ്പൂർ മണ്ഡലത്തിനകത്തു നിന്നോ മലപ്പുറം ജില്ലയ്ക്കകത്തു നിന്നോ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിലമ്പൂരിലേക്ക് വിവിധങ്ങളായ പ്രവർത്തകരുടെ സംഘം ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. നിലമ്പൂരിന്റെ അങ്ങാടിയിൽ NDAയുടെയും UDFന്റെയും LDFന്റെയും എല്ലാം പ്രവർത്തകരെ പോലീസുകാർ പ്രത്യേകം തിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരെത്തി. അവർ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ്. മൂന്ന് കൂട്ടരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ. നിലവിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് പ്രവചനാതീതമായിരിക്കുകയാണ്. എന്തിനേലും പ്രവർത്തകർ വളരെ ആവേശത്തോടുകൂടി സ്വരാജ് ജയിക്കും, ഷൗക്കത്ത് ജയിക്കും, മോഹൻ ജോർജ് ജയിക്കും എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. ഇന്ന് 5:30 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിക്കും, കലാശക്കൊട്ട് അവസാനിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ നിലമ്പൂരിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്ന് മുന്നണികളെ കൂടാതെ സ്വതന്ത്രനായ PV അൻവറും ശക്തമായി കളത്തിലുണ്ട്. ആര് ജയിക്കുമെന്നുള്ളൊരു ആശങ്കയിലാണ് എന്ത് തന്നെയായാലും നിലമ്പൂരിന് പുറത്തുള്ളവർ. പക്ഷേ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുമില്ല. തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി, അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തോടുകൂടി വിളിച്ചു പറയുന്നത്. ജൂൺ മാസം 23-ാം തീയതി എന്ത് തന്നെയായാലും നമുക്ക് ഫലം അറിയാൻ വേണ്ടി സാധിക്കും. അതുവരെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ചൂട്, കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് നിലമ്പൂരിൽ വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ വൈകുന്നേരമാണ് ചെറിയൊരു ശമന മഴയ്ക്കുണ്ടായത്. എന്നാൽ അതിനെ പോലും തൃണവൽഗണിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. PV അൻവർ MLA രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. LDFനെ ഉപേക്ഷിച്ച് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ PV അൻവർ MLA. അദ്ദേഹം ഇടയ്ക്ക് UDFിലേക്ക് ചേക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതും ഫലിക്കാതെ വന്നതോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്ത് തന്നെയായാലും അൻവറിന്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ UDFന്റെയും LDFന്റെയും എല്ലാം ആരാധകർ തികഞ്ഞ പ്രതീക്ഷയിലാണ്. തങ്ങൾക്ക് വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് അവരെല്ലാവരും പറയുന്നത്. എന്ത് തന്നെയായാലും 2 ദിവസം കഴിഞ്ഞ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ജൂൺ മാസം 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും ആരാണ് നിലമ്പൂരിന്റെ സുൽത്താനായി വാഴുക എന്നുള്ളത്. വിജയിക്കുന്നുള്ള ഉറപ്പാണ്. ഒരു സംശയമില്ല. നിലമ്പൂർ രാവിലെ മുതൽ ഇളകി പറയാണ്. കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ തെരഞ്ഞെടുപ്പ് കാഹളാണ് ഇവിടെ നിലമ്പൂർ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവേശം മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. മുമ്പില്ലാത്ത ആവേശമാണ്. ഒന്നുമില്ലാത്ത ആവേശം ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത അത്ര ആവേശം. ഭൂരിപക്ഷത്തോട് ജയിക്കും. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഇതുവരെ UDF കണക്കൂട്ടിയത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ നിലമ്പൂർ ഇളകി മറിയാണ്. മുഴുവൻ ആബാലവൃദ്ധ ജനങ്ങള്, സ്ത്രീകള്, കുട്ടികള് ഇപ്പൊ അവിടുത്തെ വഴിക്കടവിൽ നിന്ന് തുടങ്ങിയ ഇതാണ് റോഡ് ഷോ ആണ്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഷൗക്കത്തിന് അഭിവാദ്യം അർപ്പിച്ചത്. വഴിക്കടവിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള വാഹന ഘോഷയാത്രയാണ് ഈ വരുന്നത്. 2 മണിക്ക് കയറിയത് സമയത്ത് 5:30 ഇപ്പോഴും വാഹനങ്ങൾ ഇതിന് തുടർന്നുകൊണ്ടേ വരികയാണ്.
അത്ര വലിയ ജനക്കൂട്ടാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞിട്ടുള്ള ആളുകളുടെ ആവേശം കണ്ടാൽ മനസ്സിലാകാം ബഹുഭൂരിപക്ഷത്തിന് ആര്യാട് ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞു. ആര് സ്വരാജ് ഉറപ്പാണ്? ഉറപ്പ്. എന്ത് സംശയം? ഒരു 5000 വോട്ട് ലീഡ്. വീടുണ്ടോ? ഓക്കെ. ഉറപ്പാണ്. ആ. ഉറപ്പല്ലേ? ഉറപ്പാ. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം എന്തായാലും മോശമില്ലാത്ത ഭൂരിപക്ഷം ഉണ്ടാവും. എവിടെ വരുന്നേ? ഏ? എവിടെ വരുന്നേ? നാട്ടിൽ തന്നെയാണോ? അല്ല ഞങ്ങള് ജയിച്ച് തീർച്ചയായിട്ടും ആ